ഈ നാരിയേക്കാൾ ഭേദമാണ് എന്തായാലും ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി. സത്യം തന്നെ അല്ലെ? ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഒരു എത്ര സമൂഹത്തിൽ മോശക്കാരനായിക്കോട്ടെ, എല്ലാവരെയും കണ്ണിൽ എത്ര കൊള്ളൂലാത്തവരായിക്കോട്ടെ എന്നും കാശുള്ളവരെന്നും സമൂഹത്തിൽ ഒരു പക്ഷേ മോശക്കാരനായിരിക്കും, കാശില്ലാത്തവർ കേട്ടോ. അല്ലെങ്കിൽ കാശുള്ളവർ പരസ്പരം നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ പ്രീമിയം ആൾക്കാരൊക്കെയാ ഇന്ന്. എന്നാൽ ഈ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി എത്ര കാശുണ്ടെങ്കിലും, ഇപ്പൊ എത്ര കാശിന്റെ പദവി കാണിച്ചാലും നമുക്ക് കുറെ കാലമായിട്ട് ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അറിയാം. ആൾക്കാർക്ക് വേണ്ടി നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട്, നല്ല രീതിക്ക് അറിഞ്ഞു തന്നെ സഹായിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി, ഇവനെ പോലുള്ള ഒരു വ്യക്തികൾ വരുന്നത്, ഇവന് ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ മലയാളി മറ്റേ സാധനം ഉണ്ടല്ല, ഏത് അടക്കള, ആ ഒരു വീട്ടിൽ ചെന്നേ പിന്നെയാണ് കുറച്ച് ഫെയിമും കാര്യങ്ങളൊക്കെ ആയത്. ആ ഒരു കാര്യം ആയതിനു ശേഷം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ബിസിനസ് തുടങ്ങി, ആ കാശ് കൊണ്ട് ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇന്നേ വരെ ഇങ്ങേര് ഒന്ന് മനസ്സറിഞ്ഞ് സഹായിച്ചു എന്നുള്ള രീതിക്ക് ഒന്നും തന്നെ ഇട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇനി അദ്ദേഹം ഞാൻ അറിയാണ്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു 10 പേർക്ക് അറിഞ്ഞു കൊടുത്താലാണ്, ഒരു പക്ഷേ അത് കണ്ടിട്ടാണ് മറ്റൊരാൾ ചെയ്തെങ്കിലും ചെയ്യലോ, വീഡിയോ എടുക്കാനാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബിസിനസ് തന്ത്രമാണെങ്കിൽ കൂടി ഒരു പാവപ്പെട്ടവന് ഒരു രൂപയെങ്കിൽ ഒരു രൂപ കിട്ടുന്നുണ്ടില്ല. എന്നാൽ കുറ്റം പറഞ്ഞ് തൊള്ള ഉറക്കാൻ ദേവനെ പോലെ അഖിൽമാരാർ എന്ന് പറയുന്നത്, നീ നായികയെ പോലെ ഒരാളെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുള്ള എല്ലാവർക്കും തോന്നി. ഇപ്പൊ ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തി അത്ര ഡീസന്റ് ഒന്നും അല്ലെങ്കിൽ ഒന്നും തന്നെ പറയില്ല, ഡബിൾ മീനിങ് പറയാറുണ്ട്. ഇപ്പൊ ആ റോസിന്റെ കേസിൽ ആവത്തും പോയിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോയെ കണ്ടു, ഈ ഒരു ചാളമേരി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചെന്നുള്ള ഈ സിനിമകളിൽ, ഈ ഇടക്കാല സിനിമകളിൽ കയറി വന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിക്ക് പലവരെയും ചിരിപ്പിച്ചാണ്. ഇന്ന് അവരുടെ അവസ്ഥ വളരെ മോശമാണ്. സിനിമക്കാരൊക്കെ വേണ്ട ന്യായമായിട്ട് ആൾക്കാരാണ്. എന്നാലും അത് കണ്ടുപിടിച്ച് അദ്ദേഹം സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ, വേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രം തന്നെയാണ്. എന്നാലും പക്ഷെ നന്മയുള്ള ഒരു മനസ്സുള്ളതും കൂടിയാണ്. ഈ പറഞ്ഞതുപോലെ അല്ലാണ്ട് നമ്മുടെ 32 കോടി കൊടുത്തതിൽ അത് അന്ന് എന്തൊക്കെയായിരുന്നു. ഈ 32 കോടി കൊടുത്ത് റഹീമിനെ രക്ഷിച്ചു നിമിഷ എന്ന് പറയുന്ന വ്യക്തി വേറൊരു മതമാണ്. പദഭ്രാന്തലിങ്ങില്ല, പാലക്കലിനെ പോലത്തും അതുപോലെ തന്നെ മലയാളി, എന്നിട്ട് മറുനാടൻ മലയാളി, അവനൊക്കെ കൊറേയൊക്കെ കടന്നിട്ട് ചീറ്റി വരും സത്യം പറയാം, പ്രാന്ത് പിടിക്കും. ഇന്നിപ്പോ എന്തായി, അദ്ദേഹം വന്നിട്ട് ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റേജിൽ പറയാം, 32 കോടി റഹീമിന് പിരിച്ചതിൽ 44 കോടിയുടെ അടുത്തുണ്ടായിരുന്നു. അതിൽ ഒരു 5 കോടിയായിട്ടാണ് നിമിഷ എന്ന് പറയുന്ന ആ ഒരു പെങ്ങൾക്കുള്ളൂ. ആ പെങ്ങൾക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം പൊതുവേദിയിൽ വെച്ചിട്ട് നമ്മുടെ അഭിപ്രായം, അതായത് കാശിട്ടോരടുത്താ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ എടാ വാ പൂത്തിയിരിക്കാൻ പാടില്ലേ? ഇതവനൊക്കെ ആണെങ്കിൽ ഇന്നാളെ വരും. തീർച്ചയായും ബിസിനസ് തന്ത്രമാണ്. നമ്മുടെ നാട്ടിലുള്ള പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. എന്താടേ എന്തുവാടേ നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ വക നാറികൾ വരും, അവനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ, നമ്മളെ പോലുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെരുപ്പൂരിയായിട്ട്